ഡിവൈഎഫ്ഐയെ വെല്ലുവിളിക്കുമ്പോൾ യൂത്തന്മാർ പ്രതീക്ഷിച്ചു കാണില്ല തിരിച്ച് ഡിവൈഎഫ്ഐ കൊടുക്കാൻ പോകുന്ന പണി അത് 8ന്റെ പണിയായിരിക്കുമെന്ന്. വയനാട് ദുരന്തബാധിതരെ പറ്റിച്ച് അവിടെയുള്ള ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാമെന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി ഫണ്ട് പിരിച്ച് ഫണ്ട് മുക്കി ആ മുക്കിയ പൈസ തന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ശേഷം യൂത്ത് കോൺഗ്രസിന്റെ കിടിലങ്ങൾ മുങ്ങിക്കളഞ്ഞ വാർത്തകൾ നമുക്ക് മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് അബിൻ വർക്കി ഡിവൈഎഫ്ഐയെ വെല്ലുവിളിക്കുന്നത്. ഡിവൈഎഫ്ഐ വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി പിരിച്ച തുക കൈമാറിയതിന്റെ ഡീറ്റെയിൽസ്, തെളിവുകൾ, അല്ലെങ്കിൽ വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി ഡിവൈഎഫ്ഐ ചെയ്ത പ്രവർത്തനങ്ങളുടെ തെളിവുകൾ പുറത്തേക്ക് വിടൂ, എന്നാൽ ഞങ്ങൾക്ക് സമാഹരിക്കാൻ പറ്റിയ പൈസയുടെ അല്ലെങ്കിൽ വയനാട് ദുരന്തത്തിന്റെ പേരിൽ പിരിച്ചെടുത്ത ഫണ്ടിനെ കുറിച്ചുള്ള തെളിവുകൾ ഞങ്ങളും പുറത്തുവിടാമെന്ന് യൂത്ത് കോൺഗ്രസ് വലിയ വായിൽ വാത്താളം മുഴക്കിയത്. ഇപ്പോഴിതാ ഡിവൈഎഫ്ഐ, അതും കഴിഞ്ഞ ദിവസം വി കെ സനോജ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ്, തെളിവുകൾ യൂത്ത് കോൺഗ്രസിന് മുന്നിലേക്ക്, സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഇത് നിങ്ങളുടെ ഊഴമാണ് യൂത്ത് കോൺഗ്രസിന്റെ. കാര്യം, നിങ്ങൾ പറ്റിച്ച പൈസ, പിരിച്ച പൈസ അത് എവിടെ, എന്തിന് ചെലവാക്കി, ആർക്കൊക്കെ കൊടുത്തു, കൃത്യമായിട്ടുള്ള തെളിവുകൾ നിങ്ങൾ നിരത്തേണ്ട സമയം ആയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഡിവൈഎഫ്ഐയെ വെല്ലുവിളിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായില്ല, ഒരു പക്ഷേ ഡിവൈഎഫ്ഐയെ വെല്ലുവിളിക്കുന്നതോടുകൂടി ഡിവൈഎഫ്ഐ അങ്ങ് തകർത്ത് കളയാം എന്ന് ചിന്തിച്ചായിരിക്കാം നിങ്ങൾ ആ പ്രവൃത്തി ചെയ്തത്. പക്ഷേ എന്ത് ചെയ്താലും ആ കാര്യങ്ങളിലെല്ലാം കൃത്യമായ കണക്കുകളും തെളിവുകളും സൂക്ഷിക്കുന്ന ഒരു കൃത്യതയോട് കൂടിയിട്ടുള്ള പ്രസ്ഥാനം തന്നെയാണ് ഡിവൈഎഫ്ഐ. അതുകൊണ്ട് നിങ്ങളോട് ഒരു ഉപദേശം കൂടി തരാനുണ്ട്. വെല്ലുവിളിക്കുമ്പോൾ ആളും തരവും കണ്ടും ഒക്കെ വെല്ലുവിളിക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ 8ന്റെ പണികൾ ഇരന്ന് വാങ്ങേണ്ടി വരും. യൂത്ത് കോൺഗ്രസ്സുകാർ വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി പിരിച്ച പൈസ, അതിന്റെ തെളിവുകൾ സഹിതം ഇനി ജനങ്ങൾക്ക് മുന്നിലേക്ക് നിങ്ങൾ വെക്കേണ്ട സമയമായിരിക്കുന്നു. അന്നേ പറഞ്ഞതാണ്, നിങ്ങൾ ഫണ്ട് പിരിച്ചിട്ടുണ്ടായിരുന്നു, ആ ഫണ്ട് പിരിച്ച തുക നിങ്ങൾ കൃത്യമായി പുട്ടടിച്ചിട്ടുണ്ടെന്ന്. എന്തിനേറെ പറയുന്നു, അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിത ശൈലികൾ തന്നെ അതിനുള്ള ഉദാഹരണമായിരുന്നു. മുന്തിയ 5 സ്റ്റാർ ഹോട്ടലുകളിൽ റൂം എടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുള്ളതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, വി കെ സനോജ് നിങ്ങൾക്ക് മുന്നിലേക്ക് വച്ചതുപോലെ എല്ലാവർക്കും കാണാം, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലാണ് കൃത്യമായിട്ടുള്ള ഈ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ആ തെളിവുകൾ വച്ചിരിക്കുന്നത്. ഏത് സാധാരണക്കാരനും അത് വായിച്ച് മനസ്സിലാക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരൊറ്റ ഇച്ഛാശക്തിയിൽ വയനാട് ദുരന്തബാധിതർക്ക് പുതിയൊരു ജീവിതം ലഭിക്കുമ്പോൾ അവർക്ക് പുതിയ ജീവിതം നൽകാമെന്ന് നിങ്ങൾ പറഞ്ഞു പറ്റിച്ചു മുക്കിയ പൈസയും ആ ഫണ്ടിലൂടെ നിങ്ങൾ മുക്കിക്കൊണ്ടുപോയതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് നിങ്ങൾ തുറന്നു കാട്ടേണ്ട സമയമായിരിക്കുന്നു. നിങ്ങൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? തെളിവുകൾ പുറത്തുവിടാൻ. തെളിവുകൾ പുറത്തുവിടണം. തെളിവുകൾ പുറത്തുവിട്ട് കൃത്യമായിട്ട് ജനങ്ങളെ നിങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കണം, ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊണ്ടതെന്ന്. പക്ഷെ നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കില്ല എന്ന് 100% ഉറപ്പാണ്. കാര്യം, ആ ഒരു ദുരന്തം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിയുന്നു. എന്നിട്ടും അവർക്ക് വേണ്ടിയിട്ട് ഒരു കല്ലിടുവാൻ പോലും നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇനി കല്ലിടാൻ നിങ്ങൾ വസ്തു വാങ്ങിയതോ ആനകളടങ്ങുന്ന, കാട്ടുപോത്തടങ്ങുന്ന വന്യമൃഗങ്ങൾ വിരഹിക്കുന്ന ഒരു വനത്തിനുള്ളിൽ, അതായത് ദുരന്തമുഖത്ത് നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ട് പുതുജീവിതം തേടി നടക്കുന്നവരെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടാനാണ് നിങ്ങൾ ശ്രമിച്ചത്. ഇനിയെങ്കിലും നിങ്ങൾ പറയൂ, കൃത്യമായിട്ടുള്ള തെളിവുകൾ ഡിവൈഎഫ്ഐ മുന്നിലേക്ക് വെച്ചിട്ടില്ലേ? നിങ്ങളും തെളിവുകൾ മുന്നോട്ട് വയ്ക്കൂ. നിങ്ങൾ വയ്ക്കുന്ന തെളിവുകൾ അത് സത്യസന്ധമാണെങ്കിൽ ഈ ജനങ്ങൾ തന്നെ നിങ്ങളെ അംഗീകരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. നല്ലത് ചെയ്താൽ നല്ലത് ചെയ്തെന്ന് പറയണമല്ലോ. എന്തോ ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് അവരെ കൊണ്ടാകുന്ന രീതിയിൽ കുറച്ചെങ്കിലും വീടുകൾ സൃഷ്ടിക്കുവാൻ, അത് ആ സാധാരണക്കാര ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു അംശം പോലും കോൺഗ്രസ്സുകാരായ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലല്ലോ എന്നതാണ് ഇന്നത്തെ തലമുറ, ഇന്നത്തെ ജനങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത്. ആ വയനാട് ദുരന്തബാധിത മുഖത്തെ കണ്ണീരുകൾ നിങ്ങൾ കണ്ടതല്ലേ? അവർക്കെല്ലാം നഷ്ടമായി നിൽക്കുന്ന ആ ഒരു മുഖം നിങ്ങൾ കണ്ടതല്ലേ? എന്നിട്ടും നിങ്ങൾ അവരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും യാതൊരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ജനങ്ങളെ സേവിക്കുവാനുള്ള ഒരു യോഗ്യതയുമില്ല. അപ്പോ ഡിവൈഎഫ്ഐ കൃത്യമായ തെളിവുകൾ നിരത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വയനാട് ദുരന്തബാധിതരെ നിങ്ങൾ പറ്റിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരാ, നിങ്ങൾ ആ തെളിവുകൾ പുറത്തുവിടണം. ആ തെളിവുകൾ പുറത്തു വന്നാൽ മാത്രമേ നിങ്ങളെ ഇനി ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഉപദേശം കൂടി തരികയാണ്. വെല്ലുവിളികളാകാം, പക്ഷേ തെറ്റ് ചെയ്തിട്ട് ജനങ്ങളെ പറ്റിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നവരെ വെല്ലുവിളിക്കാൻ നിൽക്കരുത്. അങ്ങനെ വെല്ലുവിളിച്ചാൽ നിങ്ങളെ അടപടലം പൂട്ടിക്കെട്ടി നിങ്ങളുടെ കയ്യിൽ തന്നെ തരുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം വി കെ സനോജ് കൃത്യമായി വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടി
ഡിവൈഎഫ്ഐ എന്തൊക്കെ ചെയ്തു എന്നുള്ള കൃത്യമായ തെളിവുകൾ പുറത്തുവിട്ടതിലൂടെ സംഭവിച്ചിരിക്കുന്നത്.